Wonderful. Good morning, all of you. ആദ്യമേ തന്നെ ഇന്നിവിടെ എത്തിയ എല്ലാവർക്കും ഞാൻ ആദ്യമേ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇന്നിവിടെ ഒരുപാട് ആളുകൾ ഒരുപക്ഷെ വരാൻ വിചാരിച്ചിട്ട് സാധിക്കാത്ത പോയ ആളുകളും, പക്ഷെ അതെല്ലാം മറികടന്ന് ഇവിടെ എത്തിയ നിങ്ങൾ എല്ലാവരും ഞാൻ ആദ്യമേ കൃത്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്റെ പേര് MS പ്രസാദ്. ബേസിക്കലി വയനാട് സ്വദേശിയാണ്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷമായി ഞാൻ തൃശ്ശൂർ സെറ്റിൽഡാണ്. തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് ഞാനിപ്പോ ഫാമിലിയായിട്ട് ഏതാനും വർഷങ്ങളായിട്ട് താമസിക്കുന്നത്. എനിവേ ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വന്നത് 2014 സെപ്റ്റംബറിലാണ്. കൃത്യമായി പറയാനാണെങ്കിൽ ഒരു 10 വർഷത്തിലധികമായി, 10-10.5 വർഷമായി ഈ ഒരു കമ്പനിയോടൊപ്പം ശക്തമായ ഒരു ടീമിനോടൊപ്പം ശക്തമായി ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വരുന്നത് എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിന്നുപോയ ഒരു സാഹചര്യത്തിൽ വളരെ യാദൃശികമായി കൈ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് MLS. ഈ ഒരു ബിസിനസ്സിൽ കടന്നു വരാൻ ജീവിതത്തിൽ ഒരിക്കലും പരിഹരിക്കാൻ കഴിയില്ല എന്നൊരു കാലത്ത് ഞാൻ തന്നെ വിശ്വസിച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ എന്നേക്കുമായി പരിഹരിക്കാനും ജീവിതത്തിൽ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും അതിലപ്പുറവും യാഥാർത്ഥ്യമാക്കാൻ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിനും ലോകത്ത് ജന്മം തന്ന മാതാപിതാക്കൾക്കും ഈ ബിസിനസ്സിൽ എന്റെ ഗുരുസ്ഥാനീയരായ ആളുകൾക്കും അതിനേക്കാൾ ഉപരി ഒന്നുമല്ലാത്ത കാലത്ത് എന്നെ വിശ്വസിക്കുകയും എന്റെ കൂടെ നിൽക്കുകയും ചെയ്ത എന്റെ എല്ലാ പ്രിയപ്പെട്ട ലീഡേഴ്സിനും ഞാൻ ഈ അവസരത്തിൽ കൃത്യമായ നന്ദി അറിയിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ പലരും എന്നെ യൂട്യൂബിലോ അല്ലെങ്കിൽ എല്ലാ രീതിയിലോ ഒക്കെ പലർക്കും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. എനിവേ ഈ ഒരു ബിസിനസ്സിൽ ഞാൻ കടന്നു വരുന്ന സമയത്ത് ഞാൻ വയനാട് ജില്ലയിൽ എന്റെ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ഒരുപാട് സമയമെടുക്കുന്നില്ല, ഒരുപാട് എംപ്ലോയീസ് ഉള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവിടുത്തെ അച്ഛമ്മ തന്നെ എന്റെ അച്ഛന്റെ ഏട്ടനാണ്. പഠിപ്പിച്ച ടീച്ചർമാരും മൊത്തം എന്റെ അച്ഛന്റെ മരുമക്കളും എന്റെ അമ്മയുടെ അനിയത്തിമാരൊക്കെയാണ്. അപ്പൊ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഉപദേശം എന്താണ്? ഞാൻ കേട്ടു വളർന്നത് മക്കളെ നന്നായി പഠിക്കണം, നല്ല മാർക്ക് വാങ്ങിക്കണം, നല്ല ജോലി സമ്പാദിക്കണം, നന്നായി ജീവിക്കണം. ഹലോ, ഇത് തന്നെയല്ലേ നിങ്ങളും കേട്ടത്? ആണല്ലേ? ഇത് തന്നെ ഞാൻ അങ്ങനെ നന്നായി പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷെ ഇതിനിടയിൽ ഞാൻ ചെറുപ്പത്തിലേ എനിക്കൊരു പ്രശ്നമുണ്ട്. കാരണം എനിക്ക് കുറച്ച് വലിയ ആഗ്രഹങ്ങളും വലിയ സ്വപ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ എന്റെ ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി. ഞാൻ എത്ര നന്നായി പഠിച്ചാലും എത്ര നല്ല ജോലി സമ്പാദിച്ചാലും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം എനിക്ക് നയിക്കാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം. അത് വേറെ ഒന്നും മനസ്സിലായതല്ല, എന്റെ കുടുംബത്തിൽ തന്നെയുള്ള സകല എംപ്ലോയീസിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം ഇവരൊക്കെ 2 മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്, ലോൺ എടുത്തിട്ട് ഒരു വീട് വെച്ചിട്ടുണ്ട്, റിട്ടയർ ആവുന്നവരടക്കാനുള്ള ലോണുണ്ട്, ചിലരൊക്കെ ഒരു കാർ മേടിച്ചിട്ടുണ്ട്, അത് മിക്കവാറും പോർച്ചിൽ തന്നെ കിടക്കുന്നു. ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ജീവിച്ചാൽ പോരാ. അങ്ങനെ നല്ല മാർക്കോട് കൂടി ഡിഗ്രി പാസ്സായ ഞാൻ അവിടെ വെച്ച് ശക്തമായ ഒരു തീരുമാനമെടുത്തു, ഇനി പഠിക്കാൻ പോകുന്നില്ല. ഡിഗ്രി തോറ്റിട്ടല്ല തീരുമാനിച്ചത്, ജയിച്ചിട്ടാണ് തീരുമാനിച്ചത്. എന്റെ കൂടെ പഠിച്ച എന്റെ കസിൻ ബ്രദേഴ്സും എന്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളൊക്കെ ഹയർ സ്റ്റഡിക്ക് പോയി. പക്ഷെ ഞാൻ മാത്രം തുടർന്ന് പഠിക്കാതെ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയാണ്. വയനാട്ടിൽ ഞാൻ സ്വന്തമായിട്ടൊരു പ്ലാന്റേഷൻ തുടങ്ങി. ഒരു വലിയ പ്ലാന്റേഷൻ, തേയില, കാപ്പി, കുരുമുളകൊക്കെ ആയിട്ട് വലിയ, അന്ന് കാർഷിക മേഖലയുടെ നല്ല കാലമാണ്. അപ്പൊ എന്റെ ആഗ്രഹം, എനിക്ക് ആരുടെ കീഴിൽ ജോലി ചെയ്യേണ്ട, കുറെ ആളുകൾക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ പറ്റും, എനിക്ക് മാസം ലക്ഷങ്ങൾ വരുമാനം കിട്ടും, ചെറിയ പ്രായത്തിൽ കോടികളുടെ ആസ്തിയാകും, ലൈഫ് അങ്ങ് സെറ്റ് ആവും. അങ്ങനെ എന്റെ അച്ഛന്റെ അതുവരെയുള്ള സകല സമ്പാദ്യവും വിറ്റ് ഒരു വലിയ പ്രോപ്പർട്ടി വാങ്ങിച്ച് ഒരു പ്ലാന്റേഷൻ തുടങ്ങാൻ ഇറങ്ങി പുറപ്പെട്ടു. 20 വർഷം ഞാനും എന്റെ ഫാമിലിയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു. അങ്ങനെ ഞാൻ എന്താണോ ആഗ്രഹിച്ചത്, എന്താണോ പ്ലാൻ ചെയ്തത്, അതിന്റെ ഒരു 150% യാഥാർത്ഥ്യമാക്കാനും സാധിച്ചു. പക്ഷെ ഒരു കുഴപ്പം പറ്റിയത്, ആ സമയത്ത് കാർഷിക മേഖല തകർന്നുപോയി. 17-18 രൂപയൊക്കെ ഉണ്ടായിരുന്ന പച്ചപ്പേരയ്ക്ക് 3 രൂപയായി. കൂലി കൊടുക്കുന്ന പൈസ കയ്യിൽ നിന്ന് കൂട്ടേണ്ട അവസ്ഥയായി. ഇന്ന് ശരിയാകും, നാളെ ശരിയാകുന്നവർ മുന്നോട്ട് പോയി. 10 വർഷം ഒന്നും ശരിയായില്ല. ചുരുക്കി പറഞ്ഞാൽ എന്ത് സംഭവിച്ചത്, എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രായത്തിൽ
ഞാൻ എൻ്റെ നാട്ടിലെ ഏറ്റവും വലിയ കടക്കാരനായിട്ട് മാറി.